42 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് കൺട്രോൾ റൂം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, വിമാനം 1:30 പുറപ്പെടേണ്ട എന്ന വിമാനം 1:50 അപകടത്തിൽപ്പെടുന്നു. പൂർണ്ണമായും വിമാനം ആകാശത്ത് നിന്ന് തകർന്നു വീണ് പൂർണ്ണമായും കത്തുകയാണ്. ഇപ്പോഴും കത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപകടത്തിൽപ്പെട്ട ആളുകളെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 12 ഫയർ എഞ്ചിനുകൾ മടങ്ങിയെത്താം. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ കൂടി ചേരുകയാണ്. അവിടെ ആഭ്യന്തരമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ശരത് ലാൽ, വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. എന്താണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ? സംഗീത, വളരെ അത്യന്തരമായ ഒരു ദുഷ്കരമായ സമയത്താണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഓഫീസ് പ്രത്യേക സെല്ല് രൂപീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ തല സിവിൽ ഏവിയേഷൻ സെക്രട്ടറി അടക്കമുള്ള അടിയന്തര യോഗം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിഎംഒയുടെ ഓഫീസിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഉണ്ട്, അതേപോലെ DGSCയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ ആഭ്യന്തരമന്ത്രത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല മന്ത്രിതല യോഗം കൂടുന്നുണ്ട്. അതേപോലെ ആർമിയുടെയും അതേപോലെ തന്നെ നാവികസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. A171 എന്ന ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 1:50 തകർന്നു, അതായത് ടേക്ക് ഓഫിന് ഉടനെ തകർന്നു വീഴുകയായിരുന്നു. സ്വാഭാവികമായും 2 പൈലറ്റും 12 ക്രൂ മെമ്പറും അടക്കം 242 പേരാണ് ഈ വിമാനത്തിൽ ഉള്ളതെന്ന പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ 300 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാനം കൂടിയാണിത്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പൂർണ്ണമായി ലണ്ടൻ വരെ പോകാൻ 8 മണിക്കൂർ പറക്കാനുള്ള പൂർണ്ണ രീതിയിലുള്ള ഇന്ധനമുള്ളതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വിമാനം അത് തകർന്നു വീണത് എന്നത് സംബന്ധിച്ച പ്രാഥമികമായ വിലയിരുത്തലൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ATCയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് അല്ലെങ്കിൽ പ്രതികരണം വന്നിരിക്കുന്നത് ആദ്യം രക്ഷാപ്രവർത്തനം പിന്നീട് കാര്യങ്ങൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക മിലിറ്ററിയുടെ പ്രത്യേക വിമാനം പ്രദേശത്തേക്ക് പോകുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അഹമ്മദാബാദ് എയർപോർട്ട് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുള്ള പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും ആദ്യത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു എന്ന വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല മന്ത്രിതല സംഘം ഇപ്പോൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. പ്രധാനമന്ത്രി ഓഫീസ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെൽ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. സിവിൽ ഏവിയേഷൻ പ്രധാനമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി VP മിശ്രയുടെ നേതൃത്വത്തിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു മോണിറ്ററിംഗ് സെൽ ഇപ്പോൾ അടിയന്തരമായിട്ട് രൂപീകരിച്ചിരിക്കുകയാണ്. കാരണം ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ് എന്നാണ് ഇത് നമുക്ക് ഭയപ്പെടേണ്ടി വരുന്നത്. ഇപ്പോൾ നിലവിൽ പരിക്കേറ്റവരെ വളരെ പ്രധാനപ്പെട്ട ഇത് റെസിഡൻഷ്യൽ മേഖലയിൽ, അതായത് ജനങ്ങളുള്ള ഫ്ളാറ്റുകളുടെ മേഖലയിലാണ് ജനങ്ങളുടെ മേലെ തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ നിലത്തും കാഷ്വാലിറ്റികൾ ഉണ്ടായി മരണസംഖ്യ ഉണ്ടാവാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്രം ഇത് സംബന്ധിച്ച ഒരു ഉന്നതതല സംഘം രൂപീകരിച്ചിരിക്കുന്നു, ഇപ്പോൾ മോണിറ്റർ ചെയ്തിരിക്കുന്നു. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹായം തേടിയിരിക്കുകയാണ്. കാരണം ദുരന്ത സമയത്ത് എയർപോർട്ട് അടച്ചതിനാൽ തന്നെ റൺവേയിൽ ഇപ്പോൾ 18ഓളം വിമാനങ്ങൾ അലഹബാദ് റൺവേയിൽ ഇൻഡിഗോ അടക്കമുള്ള വിമാനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെയൊക്കെ മാറ്റിയ ശേഷം മാത്രമായിരിക്കും നാവിയുടെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ മറ്റോ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ അതിസുരക്ഷാപരമായ കോർഡൻ ചെയ്തിരിക്കുന്നു എയർപോർട്ട് എന്ന വിവരമാണ് ഡൽഹിയിലെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏതായാലും അലഹബാദിലേക്കുള്ള ഫ്ലൈറ്റുകൾ, ഡൽഹിയിലെ ഫ്ലൈറ്റുകളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക് എന്ന് ATC, അതായത് എയർപോർട്ട് അതോറിറ്റി കൺട്രോളും നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉന്നതതല സംഘം അല്പസമയം കൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ യോഗം ചേരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംഗീത. ശരി, ശരത് ലാൽ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിലായുള്ള രക്ഷാപ്രവർത്തനം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്?
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ അതിനാവശ്യമായ എന്ത് സഹായവും നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ 1:17 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നത്. 1:17 പറന്നുയരുന്ന വിമാനം സമീപത്തെ മരത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവിടെയോ തട്ടിയ ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരം. 1:42 1:17 വിമാനം പുറപ്പെടുന്നു, ടേക്ക് ഓഫ് ചെയ്യുന്നു. 1:42 വിമാനം തകർന്നു വീഴുന്നു. ഏതാണ്ട് 825 അടി ഉയരത്തിലായിരുന്നു വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. 242 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീഴുന്നത്. ഇപ്പോൾ ഏതാണ്ട് 12-ലധികം, ഏതാണ്ട് 15ഓളം ഫയർ എഞ്ചിനുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. യാത്രക്കാരെ പരിക്കേറ്റവരെ ആദ്യഘട്ടത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. ആശുപത്രികളിൽ എല്ലാ ആശുപത്രികളോടും, അഹമ്മദാബാദിലെ എല്ലാ ആശുപത്രികളോടും സജ്ജമായിരിക്കാൻ, അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് വലിയ ആൾനാശം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 242 യാത്രക്കാരിൽ 8 പേർ ക്രൂ മെമ്പേഴ്സും രണ്ട് പൈലറ്റുമാരുമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ. 242 യാത്രക്കാരിൽ 8 പേർ ക്രൂ മെമ്പർമാരാണ്, രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തോട് ചേർന്ന മേഖാനി ഏരിയയിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ജനവാസ കേന്ദ്രമാണ് മേഖാനി ഏരിയ. അവിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, വിമാനം അപകടത്തിൽപ്പെട്ടു, വിമാനത്തിലുണ്ടായിരുന്നത് 242 ആളുകൾ, യാത്രക്കാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ജനവാസ കേന്ദ്രത്തിൽ വിമാനം തകർന്നു വീണ ദുരന്തം, ജനവാസ കേന്ദ്രത്തിന് അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി വ്യക്തത വരേണ്ടത്. ഇക്കാര്യങ്ങളെല്ലാം സർക്കാർ, ജില്ലാ ഭരണകൂടം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിക്കേറ്റവരെ ആദ്യഘട്ടത്തിൽ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രി അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പുറപ്പെടുന്നു. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, ആകാശ ദുരന്തം, വിമാന ദുരന്തം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി, വിമാനം തകർന്നു വീഴുന്നു. വിമാനത്തിൽ 242 യാത്രക്കാർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണ് അവിടെ വലിയ ആൾനാശമോ വലിയ അപകടമോ, കെട്ടിടത്തിന് മുകളിലേക്കാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മേഖാനി ഏരിയയിലെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ് വിമാനത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണിട്ടുള്ളത്. വിമാനത്തിന്റെ പിൻഭാഗം തകർന്നു വീണത് കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ്. അങ്ങനെ ആ രൂപത്തിൽ ജനവാസ കേന്ദ്രത്തിൽ കൂടുതൽ ആൾനാശമോ വലിയ അപകടമോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. പോലീസ് സംവിധാനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരെ എത്തിച്ചിട്ടുള്ളത്. മറ്റ് ആശുപത്രികളോടെല്ലാം, അഹമ്മദാബാദിലെ എല്ലാ ആശുപത്രികളോടും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.